എല്ലാവർക്കും നമസ്കാരം. ഇത് വടകരയ്ക്കടുത്തുള്ള ചെമ്മരത്തൂർ എന്ന് പറഞ്ഞ പ്രദേശമാണ്. വർഷങ്ങൾക്ക് മുൻപേ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചേന്നമംഗലം നാരായണ പണിക്കർ നടത്തിയ ദേവപ്രശ്നത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് ശിവചൈതന്യം കുടികൊള്ളുന്നുണ്ട്. ഒരു ശിവക്ഷേത്രം മൺമറഞ്ഞു പോയതിൻ്റെ ദോഷവും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശിവലിംഗം ഭൂമിക്കടിയിൽ വടക്കുഭാഗത്തായിട്ട് സ്ഥാനം പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ജനങ്ങൾ ഭക്തജനങ്ങൾ അവിടെയൊക്കെ പരിശോധിച്ചപ്പോൾ മണ്ണിനടിയിൽ മൺമറഞ്ഞു കിടക്കുന്ന രീതിയിൽ ശിവലിംഗം കണ്ടെത്തുകയും അവിടെ തന്നെ താൽക്കാലികമായി ഒരു ബാലാലയം ഉണ്ടാക്കി ബാലാലയ പ്രതിഷ്ഠ നടത്തി പരിപാലിച്ചു പോന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രാരിച്ചൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ ഈ ശിവലിംഗത്തിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിന് ഉചിതമായ സ്ഥാനം പറഞ്ഞു കൊടുക്കുകയും അവിടേക്ക് ശിവലിംഗം മാറ്റുകയും ചെയ്തു. ഇപ്പോൾ കാണുന്ന ശിവലിംഗം തൃക്കൈപ്പറ്റ ദേവൻ്റെ ശിവലിംഗം അങ്ങനെയാണ് ഇവിടെ ബാലാലയ പ്രതിഷ്ഠ നടത്തിയത്. അവിടെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് അവിടെ പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. അങ്ങനെ പുതിയ ശ്രീകോവിൽ വരെ ആയിട്ടുണ്ട്. ഇനി വേണം ബാക്കി പ്രതിഷ്ഠാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പ്രതിഷ്ഠ എന്ന മഹാദൗത്യം ഇതുവരെ നടത്താൻ പ്രദേശവാസികൾക്ക് കഴിഞ്ഞിട്ടില്ല. അനുജ്ഞ കലശമൊക്കെ നടത്തി ബാലാലയത്തിലേക്ക് മാറ്റി ഇത്ര വർഷം കൊണ്ട് ദേവനെ പ്രതിഷ്ഠ നടത്താം എന്ന പ്രതിജ്ഞയൊക്കെ ചെയ്തുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാക്കി കാരണങ്ങളാലും ദേവൻ്റെ പ്രതിഷ്ഠ നടത്താനുള്ള ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ വരുന്ന മാർച്ച് 25 മുതൽ 30 വരെയുള്ള സമയത്ത് ദേവൻ്റെ അഷ്ടബന്ധ നവീകരണ കലശം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ മാത്രം പണിയേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമസ്കാര മണ്ഡപം, നാലമ്പലം, പരിവാര പ്രതിഷ്ഠ, അങ്ങനെ ഒരുപാട് ദൗത്യങ്ങൾ ബാക്കിയുണ്ട്. കൂടാതെ തന്നെ അഷ്ടബന്ധ നവീകരണ കലശത്തിൻ്റെ കാര്യത്തിന് പോലുള്ള സാമ്പത്തിക ഭദ്രതയും ഇവരുടെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ശിവഭക്തന്മാർ ഇതുപോലുള്ള നമ്മളുടെ പുരാതന ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് ഒരു നാടിൻ്റെയും ഒരു ജനതയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് നന്മ നിറഞ്ഞ എല്ലാവരും സഹകരിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ശിവക്ഷേത്രം നാളെ പൂർണ്ണതയിലെത്തുമ്പോൾ ഈ ഒരു പ്രദേശം തന്നെ മാറുകയും ദേവൻ അനുഗ്രഹകലയായി മാറുകയും ചെയ്യുമ്പോൾ ശിവകോപം മാറി ദോഷാവസ്ഥകൾ മാറിയിട്ട് നാടിന് യശസ് ഉണ്ടാവുകയും നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ ദേവചൈതന്യം കൊണ്ട് ഉയർന്നു വരികയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.